ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടബിൾ അക്വേറിയം ആലപ്പുഴ ബീച്ചിൽ മറൈൻ വേൾഡ് ആക്വറിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ടിക്കറ്റ് നിരക്ക് 120 രൂപ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, തീർത്തും സൗജന്യമാണ്. ഇത് ഓസ്ട്രേലിയ, ദുബായ് പോലെയുള്ള വലിയ സമ്പന്ന രാഷ്ട്രങ്ങളുടെ അക്വേറിയത്തിന് അതേ ഫീൽ ഉളവാക്കുന്ന, സമുദ്രത്തിനടിയിൽ കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അതേ ഫീൽ ഉളവാകുന്ന അത്രയും വലിയൊരു അക്വേറിയമാണ് നമ്മുടെ സമീപ പ്രദേശമായ ആലപ്പുഴയിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ജനത്തിരക്ക് കൂടിയ കാരണം ജനുവരി 28 വരെ ഈ പരിപാടി നീട്ടിയിരിക്കുകയാണ്. വീണ്ടും മുൻപോട്ട് പോകുമോ എന്നറിയില്ല. കാരണം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലെ ആൾക്കാരുടെ തിരക്കാണ്, നിയന്ത്രണാതീതമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പ്രശസ്ത സിനിമാ നടി മമത മോഹൻദാസാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്, ഈ അക്വേറിയം ഉദ്ഘാടനം ചെയ്തത്. അക്വേറിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് APJ അബ്ദുൽ കലാം ഉപയോഗിച്ച സൈക്കിളും അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച റോക്കറ്റുകൾ, യുദ്ധവിമാനങ്ങളുടെ ഒരു മിനിയേച്ചർ ആദ്യം നമുക്ക് കാണാൻ കഴിയും. പിന്നീട് നമ്മുടെ മൊബൈൽ ഷൂട്ട് ചെയ്തു തരുന്ന ഒരു ഷൂട്ടിംഗ് പ്ലേസാണ് ഇത്. ഷൂട്ടിംഗ് കഴിയുമ്പോൾ നമുക്ക് വേറൊരു ഫീലിൽ നമ്മൾ വട്ടം കറങ്ങുന്നതായിട്ടുള്ള ഒരു ഫീലിലുള്ള ഒരു വീഡിയോ നമുക്ക് ലഭിക്കും. ആ ലഭിക്കുന്ന വീഡിയോയുടെ ഒരു വീഡിയോയാണ് ഇവിടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് മുൻപോട്ട് ചെല്ലുമ്പോൾ ധാരാളം മൃഗങ്ങളുടെ ഒരു കൂട്ടം. ഇവയെല്ലാം ആനിമേറ്റഡ് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എങ്കിലും ഇവയെല്ലാം അനങ്ങുന്നതും അതിൻ്റേതായ ശബ്ദം പുറപ്പെടുവിക്കുന്നതുമാണ്. കുട്ടികൾക്കൊക്കെ ധാരാളം ഇഷ്ടപ്പെടും. ജിറാഫ് മുതൽ വലിയ കോറിയസ് വരെ ഉണ്ട്. ഒട്ടുമിക്ക മൃഗങ്ങളും ഇവിടെയുണ്ട്. കാട്ടിൽ കാണുന്ന എല്ലാ മൃഗങ്ങളെയും അതേ ഭാവത്തിൽ കാണാൻ കഴിയും. വനത്തിലാണെന്നുള്ള ഒരു ഫീല് നമുക്കുണ്ടാവും. ആനയുടെ അലർച്ചയും കാണ്ടാമൃഗത്തിൻ്റെ അലർച്ചയും കോറിയസിൻ്റെ ശബ്ദവും ജിറാഫിൻ്റെ ശബ്ദവും എന്നുവേണ്ട എല്ലാ ശബ്ദവും അതേ ഫീലിൽ ഉളവാക്കുന്നുണ്ട്. കുട്ടികൾക്കിത് വളരെ ഇഷ്ടപ്പെടും. വളരെ മനോഹരമാണ്. ഇത് ആനിമേറ്റഡ് അല്ല, യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പോകുന്ന അതേ രീതിയിലാണ് ഇവയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്.
അക്വേറിയത്തിലോട്ട് കയറിയാൽ കണക്കിന് ടെട്രാസ് മീനുകളുടെ ഒരു വലിയ ശേഖരം, പല നിറത്തിൽ നല്ല ഭംഗിയിൽ കാണാൻ കഴിയും. ഇതൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. കുട്ടികൾക്ക് എത്രമാത്രം സന്തോഷം ജനിപ്പിക്കുന്ന കാഴ്ചയാണെന്നറിയാമോ? ലക്ഷക്കണക്കിന് ടെട്രാസ് മീനുകളാണ്, പല കളറിലും. മനോഹരമായ കാഴ്ച. അക്വേറിയത്തിനകത്തോട്ട് കയറിയാൽ ചെറിയ ചെറിയ പീസുകൾ ആയിട്ട് ഉള്ള അക്വേറിയം അല്ല, സമുദ്രത്തിനടിയിൽ കൂടി നടക്കുന്നത് പോലെയുള്ള ഫീൽ ഉളവാക്കുന്നതും വിദേശ രാജ്യങ്ങളിലെ ഉള്ള രീതിയിലുള്ള അക്വേറിയമാണ്. അതിനകത്ത് നമ്മളെക്കാട്ടി വലിപ്പമുള്ള മീനുകൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. ക്യാമറ കണ്ണുകളിൽ എത്താത്ത രീതിയിലുള്ള വലിപ്പമുള്ള മീനുകളാണ്. എത്ര ഫീലിംഗ്, നേരിട്ട് കാണുന്ന ഫീലിംഗ് ഇതിൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ലഭിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത്രമാത്രം വലിയ മീനുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മത്സ്യത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു സ്കൂബി ഡൈവർ മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം നമുക്ക് ടാറ്റ തരുന്നു. നമ്മൾ ഗ്ലാസ്സിലോട്ട് കൈ ചേർത്ത് പിടിച്ചാൽ ആ കയ്യിൽ അദ്ദേഹം കൈകൊപ്പത്തി കൊണ്ട് പതിക്കുന്നു. ഇങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും സന്തോഷം ഉളവാകുന്ന പല പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് മീനോടൊപ്പം കളിക്കുന്ന
ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ വലിയൊരു കാഴ്ചയാണ്. നഷ്ടപ്പെടുത്താതെ ജാനുവരി 28 മുമ്പേ ഈ കാഴ്ചകൾ വന്ന് കാണുക. നമുക്ക് ഏറ്റവും അടുത്ത പ്രദേശത്തെ ഇത്രയും വലിയൊരു സംഭവം കാണാൻ കിട്ടുന്നത് തന്നെ അത്ഭുതമാണ്. അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക. ഏതെല്ലാം തരത്തിലുള്ള മീനുകളെ, വലിയ സക്കറുകളെ, പിന്നാറുകളെ, വലുതും ചെറുതുമായ അനേകം മീനുകളെ, വലിയ അലിഗേറ്റ്സ്, ക്യാറ്റ് ഫിഷ്, ഇങ്ങനെ പലതരത്തിലുള്ള മീനുകളെ ഇവിടെ കാണാൻ സാധിക്കും. ഈ അക്വേറിയത്തിൻ്റെ സമയം എല്ലാ ദിവസവും 2 മണി മുതൽ 9 മണി വരെയാണ്. പബ്ലിക് ഹോളിഡേയ്സിൽ ജനത്തിരക്ക് കൂടുതലായതുകൊണ്ട് 11 മണി മുതൽ 9 മണി വരെ നമുക്ക് അവിടെ കഴിയാൻ സാധിക്കും. ധാരാളം ജനത്തിരക്കാണ്. നമുക്ക് ഇത്രയും ജനത്തിരക്ക് കുറവുള്ള ഇടദിവസങ്ങളിൽ ആണ് കൂടുതൽ നല്ല രീതിയിൽ കാണാൻ കഴിയുന്നത്. എങ്കിലും 3-4 മണിക്കൂർ ചിലവിട്ട് കാണുവാനുള്ള സംഭവമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അക്വേറിയം മുഴുവനായും കാണിക്കുവാൻ ആഗ്രഹിക്കുന്നതിനാൽ രണ്ടാം പാർട്ട് ഉടനെ ഉണ്ടാവും.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് ഈ ചാനലിൻ്റെ വളർച്ച.